പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ജൂൺ 24 ചൊവ്വാഴ്ച, അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ പ്രത്യക്ഷീകരണ അടിസ്ഥാനത്തിൽ തന്നിരിക്കുന്ന ഉടമ്പടിയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ ഉടമ്പടി അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ, ഉടമ്പടി ജീവിക്കുന്ന ആൾക്കാരെ, ഉടമ്പടിയിലെ ഒരു ഘട്ടം പൂർത്തിയാക്കിയിട്ടുള്ള ആൾക്കാരെ, അത് പുതുക്കാൻ വരട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരെ, അവരെല്ലാവരും കർത്താവെ പുതുക്കി ഉടമ്പടി എന്ന വലിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ ദാനങ്ങൾ പ്രാപിക്കാൻ അവരെ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഞാൻ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ അളിച്ചത് കർത്താവെ. ഞാൻ ഈ പ്രാർത്ഥന കൂടുന്ന ഓരോ മക്കളുടെ ഹൃദയത്തിനും ആ മക്കൾ അധിവസിക്കുന്ന കുടുംബത്തിനും കർത്താവിൻ്റെ നാമത്തിൽ
ഞാൻ സമാധാനം ആശംസിക്കുന്നു. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലും യേശുക്രിസ്തു നാമത്തിൽ നിൻ്റെ ജീവിതത്തിൽ സമാധാനം ആശംസിക്കും. ദൈവത്തിനെ നീ പോവുക, നീ പോകുന്നയിടത്ത് നിൻ്റെ വലത്തും ഇടത്തും നിൻ്റെ കർത്താവ് നിൻ്റെ കൂട്ടായിരിക്കും. ദൈവത്തിനെ നീ പോവുക, നീ ധൈര്യത്തോടെ പോവുക. നടക്കത്തില്ലെന്ന് വിചാരിക്കുന്ന കാര്യത്തിൽ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ കൊണ്ട് ഐ വിൽ ബി വിത്ത് യു അൺടിൽ ദ ലാസ്റ്റ്, അന്ത്യം വരെ ഉണ്ടാകുന്നതിനെ അളിച്ചത് കർത്താവിൻ്റെ വാഗ്ദാനത്തെ ഉറപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ജീവിക്കാൻ ആത്മധൈര്യത്തോടെയും ആവേശത്തോടെയും ജീവിക്കാൻ വേണ്ടി തൻ്റെ അമ്മയെ നമുക്ക് കൈയേൽപ്പിച്ചു തന്ന ആ ദൈവത്തിൻ്റെ പദ്ധതി വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ കരം ചേർത്തുകൊണ്ട് നീ പോവുക. നിൻ്റെ അഡ്മിഷൻ്റെ കാര്യമായാലും ശരി, നിൻ്റെ ഇൻ്റർവ്യൂ ആയാലും ശരി, നിൻ്റെ വിദേശ യാത്രയായാലും ശരി, നിൻ്റെ കടലിലേക്കുള്ള മത്സ്യത്തൊഴിലാളികളുടെ യാത്രയായാലും ശരി, അതുപോലെ തന്നെ ഏത് ജീവിതത്തിൻ്റെ മാർഗത്തിന് വേണ്ടി നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ കുടലിൽ തീ പോകാൻ വേണ്ടിയുള്ള നിൻ്റെ എല്ലാ സംരംഭങ്ങളെയും കർത്താവ് നിമിഷം ആശീർവദിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് നീ ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. കർത്താവ് അവർ ഒരു സംശയമില്ലാതെ അവർക്കെതിരെ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പൈശാചികമായ ശക്തികൾ അവരുടെ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും അവർ നിർബന്ധിക്കുകയും വിലങ്ങി വെക്കുകയും ചെയ്യുന്നു. കർത്താവ് വിലങ്ങിനെ പൊട്ടിച്ചുകൊണ്ട് കർത്താവേ അവർ ദൈവവിളിയിലേക്ക് വിളിച്ച് ചേർത്തുകൊണ്ട് കർത്താവേ അവരെ അങ്ങയുടെ സുവിശേഷത്തിൻ്റെ വലിയ കാവലാളായി അവർ മാറ്റണമേ. അങ്ങയുടെ കുടുംബങ്ങളെ നീ ആശീർവദിക്കണമേ. ദൈവവിളിയിൽ പ്രതിസന്ധിയുള്ളവരെ ഈ നിമിഷം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ സ്ഥിരീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശടയാളത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോ പറയണതേ, നമ്മുടെ ദൈവം ആരാണെന്ന് നമുക്കൊരു പിടിയില്ല. അതുകൊണ്ട് വചനം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. നിൻ്റെ ദൈവം എന്താണ്? നിൻ്റെ ശരീരം തന്നെയാണ്. നിൻ്റെ ദൈവം നിൻ്റെ ഉദരമാണ്. നിൻ്റെ ദൈവം ഇപ്പം നമ്മുടെ ഈ കരചരണങ്ങളുണ്ടല്ലോ, കരചരണങ്ങളിലൊക്കെ ചില സമയത്ത് ദൈവത്തിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ സ്ഥാനം അപകരിക്കും. ചിലർക്ക് നല്ല മസിലുണ്ടാവും, അപ്പോൾ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്. വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആരോഗ്യമായിരിക്കും അവരുടെ ദൈവം, ഇല്ലേ? അവർ കുർബാനയ്ക്ക് പോണ സമയത്ത് പോലും അവർ കുർബാന മുടക്കിയിട്ട് വർക്കൗട്ടിന് പോകും, ജിംനേഷ്യത്തിൽ പോകും രാവിലെ എഴുന്നേറ്റ്. അതാണ് ആരോഗ്യമാണ് അവരുടെ ദൈവം. ഇപ്പം ആൾക്കാരെന്തുകൊണ്ടാണ് ചിലവരെങ്കിലും സാത്താ വർഷപ്പിലേക്ക് പോണത്? എന്താണ്? ബിസിനസ്സുകാരാണ് കൂടുതൽ പോണത്. എന്താ കാര്യം? അവന്മാർ തമ്മിൽ കോമ്പറ്റീഷൻസാണ്. ഇപ്പം കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം സാത്താനാണ് കൈ കിട്ടണമെന്നുണ്ടെങ്കിലും അവർ ലാഭമാണ് അവരുടെ ദൈവം. അപ്പം അത് പുതിയ ആൾക്കാരൊന്നും അല്ല, പണ്ട് പോലെ ഉണ്ട്. അത് ഉദരമാണ് അവരുടെ ദൈവം എന്ന് പറയത്തില്ല. ഫിലിപ്പി 3:19. നാശമാണ് അവരുടെ അവസാനം. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. അപ്പൊ ദൈവം വേറെ കൊണ്ടേട്ടാ. ചെറുക്ക് ലാഭമാണ് അവരുടെ ദൈവം. അങ്ങനെ ഉണ്ട്. ഇപ്പൊ അവർക്ക് പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷം അവർക്ക് ഒരു ബിസിനസ് ലാഭം കിട്ടണ പോലെ ഏത് സന്തോഷം ഞങ്ങൾക്ക് കൂടുതൽ കിട്ടണമെന്ന് നോക്കിയാൽ മതി. അപ്പം ആരാണ് ദൈവം എന്ന് മനസ്സിലാവും. ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങളുടെ ഒരു ഉഡായിപ്പ് നടക്കുന്നില്ല വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് സന്തോഷം എന്താണ് തരണത്, അതാണ് ശരിക്കും നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത്. ആത്മീയമായാലും ഇപ്പം അത് ഭൗതികമായാലും സന്തോഷം നിങ്ങളെ മനസ്സിലല്ല അത് അനുഭവിക്കണത്. അതായത് എന്താ വിഷയം എന്ന് പറയണത്, ഇതിൽ ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്? അപ്പം അതെല്ലാം ഇങ്ങനെ അതായത് ദൈവത്തിലാണ് സന്തോഷമെങ്കിലേ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് തോന്നിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളോർക്കും എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ട്, അപ്പോൾ എനിക്ക് ദൈവത്തിലാണ് എനിക്ക് അഭിഷേകം ഉണ്ടാകും. ചിലപ്പോൾ ഒരു മണ്ണാങ്കട്ടി ഉണ്ടാകത്തില്ല. എന്താ കാര്യം? പ്രാർത്ഥിക്കാൻ തോന്നുന്നത് എന്താ കാര്യം? ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്. ഇഷ്യൂ ബേസ്ഡ് പ്രെയറാണ് നിങ്ങൾക്കുള്ളതേ. പലർക്കും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പ്രാർത്ഥന ഉണ്ട്, ഒരു ഇഷ്യൂ ഇല്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നോക്കിയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിക്കും. ഒരു ആവശ്യമില്ല, ഉറങ്ങി കിടക്കണമൊക്കെ ഫോൺ വിളിച്ചിട്ട് വായിത്തോന്നൊക്കെ വിളിച്ച് പറയും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ
നിങ്ങൾക്ക് ഇതുപോലെ സമ്മർദ്ദം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവമുള്ളൂ. സമ്മർദ്ദം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അമ്യൂസ്മെൻ്റൊക്കെയാണ്. അതൊക്കെയാണ് പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കൊക്കെ ദൈവത്തെക്കുറിച്ച് ഓർക്കണമെന്ന് തോന്നും. അഥവാ നമ്മളൊന്ന് ഫ്രഷായി കഴിഞ്ഞാൽ അപ്പം ദൈവത്തെ ഓർക്കും നമ്മൾ. എന്നാൽ കർത്താവിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്നേക്കാം. ഒരു കാര്യമില്ലേ പോയി ഇരുന്നേക്കാം, 2 വാർത്തകളൊക്കെ പറഞ്ഞിരിക്കാം എന്ന് പറയും. അപ്പോൾ ഒരു ജവാനെടുത്ത് എഴുതിയേക്കാം. ഒരു കാര്യമില്ലാതെ ജവമാല ചെല്ലണമെന്നും പ്രാർത്ഥിക്കണമൊക്കെ തോന്നുമ്പോൾ ഓർക്കുക, നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണ് ജീവിക്കണം. ഓക്കെ അല്ലേ? താങ്ക് യു.